ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു പൊന്നൂട്ടിയുടെ ദിവസമാണ് കേട്ടോ. പൊന്നൂട്ടിയെ കൊണ്ടുവന്ന് ഹെയർ കട്ടിന് പോവുകയാണ്. ഒരാഴ്ച കൊണ്ട് പൊന്നൂട്ടിക്ക് നല്ല പനിയും ചുമയും ജലദോഷമൊക്കെ ആയിരുന്നു. അപ്പോൾ കുളിപ്പിക്കാനൊന്നും പറ്റിയിരുന്നില്ല. ഇന്ന് ഞാൻ വിചാരിച്ചു പോയി ഹെയർ കട്ടൊക്കെ ചെയ്തിട്ട് വന്ന് നല്ലപോലെ ഞാൻ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. ചൂടുവെള്ളത്തിലേ കുളിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പം നെക്സ്റ്റ് വെഡ്ഡിങ് ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഹെയറൊക്കെ അവളുടെ സെറ്റ് ചെയ്യണമെന്ന് തന്നെ വിചാരിച്ചിരുന്നത്. സ്കൂട്ടിയിൽ പോകാൻ പറ്റത്തില്ല, അങ്ങനെ വണ്ടി എടുത്തിട്ടാണ് പോയിരുന്നത്. നല്ല വെയിലായിരുന്നു. വണ്ടി എടുത്തിട്ട് കുറച്ച് നാളായിരുന്നു, ഏകദേശം 1 മാസത്തോളമായി വണ്ടി എടുത്തിട്ട്. അതുകൊണ്ട് സ്റ്റാർട്ടാവുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ല, സ്റ്റാർട്ടായി. പൊന്നൂട്ടിയും കണ്ട് പോകുന്നതുകൊണ്ട് തന്നെ വെള്ളവും സ്നാക്സും എല്ലാം കൊണ്ടുപോകണം. പൊന്നൂട്ടിക്ക് പുറത്തുനിന്ന് ഒന്നും വാങ്ങിച്ച് കഴിക്കാൻ പറ്റത്തില്ല. പിറ്റേന്ന് പൊന്നൂട്ടി ഹോസ്പിറ്റലിലാവും. എന്നാലും ബിസ്ക്കറ്റൊന്നും അങ്ങനെ കഴിക്കാറില്ല അവൾ. എന്നാലും ചിലപ്പോൾ ചോദിച്ചാലോ എന്ന് വെച്ച് ഞാൻ എടുത്ത് വെച്ചതാണ്. പൊന്നൂട്ടി വണ്ടിയിലൊക്കെ കയറി വന്നിട്ട് സീറ്റിൽ അവൾ ചവിട്ടി. അങ്ങനെ ഞാനവളെ വഴക്ക് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഇരുന്നതാണ്. ഞാൻ വഴക്ക് പറഞ്ഞതുകൊണ്ട് ആളൊന്ന് വിഷമിച്ചായിരുന്നു. പിന്നീട് അതങ്ങ് മാറി. അത് കഴിഞ്ഞ് ഞാനും വണ്ടിയിലോട്ടൊക്കെ കയറി. അമ്മയ്ക്ക് പേടിയുണ്ട് ഞങ്ങൾ രണ്ടും ഒറ്റയ്ക്ക് പോകണം. ഇനി പോയിട്ട് വരുന്നവരമ്മയ്ക്ക് ടെൻഷനാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്ത് പോയി. ഡ്രൈവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കിളിമാനൂരെത്തി. കിളിമാനൂർ പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അവിടെയാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാറുള്ളത്. പാർക്കിംഗ് ഫീ 10 രൂപയേ ഉള്ളൂ. വണ്ടിയൊക്കെ സേഫാണ്. ഇതിന് മുന്നും ഞാൻ ഈ പാർലറിൽ പോയിക്കൊണ്ടിരുന്നപ്പം ഇവിടെ തന്നെയായിരുന്നു വണ്ടി പാർക്ക് ചെയ്തിരുന്നത്. ഇതുവരെയും വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. 10 രൂപ പാർക്കിംഗ് ഫീ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് ഇടാമെന്നാണ് എനിക്ക് തോന്നുന്നത്, കറക്റ്റ് അറിയത്തില്ല. അങ്ങനെ ഞാനും പൊന്നോട്ടിയും കൂടെ വണ്ടിയിലിരിക്കുകയാണ്. 10 മണി ആയിരുന്നില്ല. 10 മണിയായിട്ട് ഇറങ്ങി പാർലറിലേക്ക് പോകാമെന്ന് വെച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പൊന്നൂട്ടി ഹാപ്പിയാണ്. പൊന്നൂട്ടി വിചാരിക്കുന്ന ഹെയറിൽ എന്തൊക്കെയോ ചെയ്ത് കൊടുക്കുമെന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്ര സന്തോഷം. അത് കഴിഞ്ഞ് 10 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പെയ്യെ നടന്നു. നല്ല വെയിലുണ്ടായിരുന്നു, എന്നാലും സാരമില്ല. അധികം നടക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കും തൊണ്ടയ്ക്കൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് മാറുന്നത്. ഇവിടെയാണ് ഞങ്ങൾ വരുന്നത്. ബ്ലോസം ഗേൾ എന്നാണ് പാർലറിൻ്റെ പേര്. ഞാൻ കടയ്ക്കൽ താമസിക്കുമ്പോഴേ ഈ ചേച്ചിക്ക് കടയ്ക്കലൊരു പാർലർ ഉണ്ടായിരുന്നു. അന്ന് തൊട്ടേ ഉള്ള പരിചയമാണ്. നല്ല സർവീസാണ്, കസ്റ്റമർ സർവീസ് എല്ലാം നല്ലതാണ്. നമ്മളെ കഴുത്തിറക്കുന്ന റേറ്റുകളോ ഒന്നുമില്ല. ഞാനൊരു 3 മാസം മുന്നേ ഞാൻ ഇവിടുന്നായിരുന്നു എൻ്റെ ഹെയർ ബോട്ടോക്സ് ചെയ്തിരുന്നത്. വേറെ ഒരു പാർലറിൽ പോയി ഞാൻ സ്മൂത്തനിങ് ചെയ്തിരുന്ന എൻ്റെ ഹെയർ ഫുള്ള് ഡാമേജ് ആയിരുന്നു. അപ്പോൾ ചേച്ചിയാണ് പറഞ്ഞത്, നീങ്ങി വാ, ഞാൻ എല്ലാം സെറ്റാക്കി തരാം എന്നും പറഞ്ഞ് വന്ന് ബോട്ടോക്സ് ചെയ്തിരുന്നു. ഇതുവരെ എൻ്റെ മുടിക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല. 4 മാസമാകുന്നു, ഇതുവരെ ഒരു കുഴപ്പമില്ല. വന്നപ്പോഴേക്കും ചേച്ചി വന്നിരുന്നില്ല. ചേച്ചിയുടെ മോളാണ് പാർലറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളെ കണ്ടുടനെ അവൾ അമ്മയെ വിളിച്ചു. ഇങ്ങനെ കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. പൊന്നൂട്ടിക്ക് അകത്തോട്ട് കയറാനൊക്കെ മടിച്ച് നിന്നു. ഇതിപ്പം നല്ല ഇൻറ്റീരിയർ വർക്കിലാണ് ചേച്ചി ചെയ്തേക്കുന്നത്. കടയ്ക്കൽ ഇത്രയും നല്ല പോലെ ആയിരുന്നില്ല. നല്ല സർവീസാണ്. ഇവിടുത്തെ സ്റ്റാഫുകളായാലും ചേച്ചിയെ കൂടാതെ ഇവിടുത്തുള്ള സ്റ്റാഫുകളായാലും എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. അത്രേ പറയാനുള്ളൂ, നല്ല ഫ്രണ്ട്ലിയാണ്. സ്വാതി എന്ന് പറഞ്ഞൊരു കൊച്ചായിരുന്നു എനിക്ക് ബോട്ടോക്സ് ചെയ്തിരുന്നത്. അത് നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് ചേച്ചി വന്ന് പൊന്നൂട്ടിയുടെ ഹെയർ കട്ട് ആരംഭിച്ചു. പൊന്നൂട്ടിക്ക് അതങ്ങോട്ട് ഒട്ടും പിടിക്കുന്നില്ല. പൊന്നൂട്ടിക്ക് അങ്ങോട്ട് മുടിയൊക്കെ വന്ന് വീഴുന്നതൊന്നും പിടിച്ചില്ല. അവൾക്ക് ഡോറ സ്റ്റൈൽ വെട്ടാനാണ് ഞാൻ കൊണ്ടുവന്നത്. അപ്പോൾ ചേച്ചി പറഞ്ഞു അതിനു വേണ്ടിയുള്ള ഹെയർ വളർന്നിട്ടില്ല, നമുക്ക് ആപ്പിൾ കട്ട് വെട്ടാമെന്ന് പറഞ്ഞ് പൊന്നൂട്ടിയുടെ ഹെയർ ആപ്പിൾ കട്ട് വെട്ടുവാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്ന് ഇത്രയും എടുക്കാൻ പറ്റിയിരുന്നുള്ളൂ എന്ന് പറയുന്നതാണ് സത്യം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ. Open your eyes, now you see